ഹലോ സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ജൂൺ 6 തിങ്കൾ. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 4 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. സ്നാപക യോഹന്നാനെ കുറിച്ചാണ് പറയുക. അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെയാണ് തുടങ്ങുക: യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. അവൻ്റെ ഭക്ഷണ ശൈലിയെക്കുറിച്ചും അവൻ്റെ വസ്ത്രത്തെക്കുറിച്ചും വിവരിക്കുമ്പോൾ സുഹൃത്തെ ഒരു കാര്യം ഓർക്കണം. അവന് ദൈവത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു ശൈലിയാണ്. ലളിതമായ, ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലി. അവൻ്റെ ദൈവത്തിലേക്ക് അവനെ അടുപ്പിക്കുവാൻ വേണ്ടി ഒരു ശൈലി അവൻ സ്വീകരിച്ചു. അതിൻ്റെ പരിണതഫലം നമ്മൾ കാണുന്നുണ്ട്. വചനം ഇങ്ങനെ പറയാണ്: ജെറുസലേമിലും യൂദ മുഴുവനിലും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ജനം അവന്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. ഒരു വ്യക്തി ദൈവത്തിൻ്റെതായ ശൈലി സ്വീകരിച്ചിട്ട് ദൈവത്തിന് പരിപൂർണമായിട്ട് വിട്ടുകൊടുത്തപ്പോൾ എല്ലായിടത്തു നിന്നുള്ള ജനം അവനെ തേടിയെത്തുക. എന്തുകൊണ്ടാണ്? അവനിൽ ഒരു ദൈവത്തെ കാണുന്നു. എത്തിയ ജനം ഇവിടെ പറയാണ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാമോദിസ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഒരു ദൈവപുരുഷന്റെ സാന്നിധ്യത്തിലായപ്പോൾ അവർ ദൈവത്തെക്കുറിച്ചാണ് കേട്ടത്. അത് അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനായിട്ടും ജീവിതത്തിന്റെ പാപാവസ്ഥകളെ തള്ളിക്കളഞ്ഞ് ദൈവത്തിലേക്ക് നോക്കുവാനായിട്ട് സാധിച്ചു. ഒരു മനുഷ്യൻ പുലർത്തിയ ദൈവിക ബന്ധവും ദൈവിക ശൈലിയും എത്രയധികം ആളുകളെയാണ് ദൈവത്തിലേക്ക് അടുപ്പിച്ചത്. സുഹൃത്ത്, ഇന്ന് നീ നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. നിന്റെ ശൈലികളെ നീ ഒന്ന് വിചിന്തനം ചെയ്യണം. ദൈവത്തിന് ചേർന്ന ശൈലിയാണോ നിന്നിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്? ദൈവിക ശൈലികളാണെങ്കിൽ, ദൈവത്തോട് ഒട്ടുചേർന്നിരിക്കുകയാണെങ്കിൽ അനേക കാര്യങ്ങൾ നിന്നിലൂടെ നിന്റെ ദൈവത്തെ അറിയുവാനായിട്ട് ഇടവരും. അതാണ് നിന്റെ ജീവിതത്തിന്റെ ദൗത്യം. അത് നിന്നിലൂടെ സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. ജീവിതത്തിന് നിന്റെ ശൈലി സ്വീകരിച്ചുകൊണ്ട് അനേകാര്യങ്ങളെ നിന്നിലേക്ക് അടുപ്പിക്കുവാനായിട്ട് എൻ്റെ ഈ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.